ഈ കഥ നടക്കുന്നത് 1928-ലാണ്. അമേരിക്കയിലെ ഒരു ചെറിയ പട്ടണമാണ് വിൻഡെയിൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ രാത്രി സമയത്താണ് 17 വയസ്സുള്ള ഒരു പെൺകുട്ടി അവളുടെ ബെഡ്റൂമിൽ ജനലിൻ്റെ പുറത്തേക്ക് നോക്കി ഇരിക്കുകയാണ്. കുറേ നേരമായിട്ട് ഇവളുടെ റൂമിൽ ലൈറ്റ് കണ്ട് ഇവളെന്താ ഉറങ്ങിയില്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവളുടെ അമ്മ റൂമിന് വെളിയിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ അമ്മ കുറേ നേരമായിട്ട് നോക്കുമ്പോഴും ഇവളിങ്ങനെ വെളിയിലേക്ക് മാത്രം നോക്കിയിരിക്കുകയാണ്. സത്യത്തിൽ ഇവളൊന്നും കാഴ്ച കാണുകയല്ല ചെയ്യുന്നത്. ഇവളുടെ ചെവിയിലേക്ക് എന്തോ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുക. അതായത് ആരോ ഇവളോട് സംസാരിക്കുന്ന രീതിയിലുള്ള സൗണ്ടുകൾ കേൾക്കുന്നു. ആരോ വരുന്നു, അവളുടെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ളൊരു ശബ്ദം. അതായത് അവളോട് സംസാരിക്കുന്നതായിട്ടാണ് അവൾ കേൾക്കുന്നത്. കുറേ നേരം ഇങ്ങനെ നിന്നിട്ടും അവൾ അങ്ങനെ തന്നെ നിൽക്കുന്നത്, അങ്ങനെ തന്നെ ജനലിൻ്റെ വെളിയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് അമ്മ എന്താ മോളെ എന്ന് ചോദിച്ചപ്പം ഇവൾ പെട്ടെന്ന് ഞെട്ടി, അവർ വരുന്നുണ്ട്, അവരോട് എന്നെ ചെയ്യരുതെന്ന് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു. സ്വാഭാവികമായിട്ടും അമ്മ സമാധാനിപ്പിച്ചു. കാരണം ചെറിയൊരു കുട്ടിയാണ്, അവൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും പേടിച്ചതോ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിയതായിരിക്കാമെന്നാണ് അമ്മ കരുതിയത്. അങ്ങനെ അവളെ സമാധാനിപ്പിച്ചു. അവളെ റൂമിൽ സമാധാനമായിട്ട് കിടത്തി ഉറക്കി. പക്ഷേ അമ്മയ്ക്ക് അപ്പോഴൊരു സംശയമുണ്ട്, എന്താണ് മോൾക്ക് സംഭവിച്ചത്, അവളെന്താണ് പേടിച്ചതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും അവളെ ഉപദ്രവിക്കാനോ എന്തെങ്കിലും ശ്രമിച്ചോ എന്നുള്ള കാര്യമൊക്കെ അമ്മയ്ക്ക് സംശയമാണ്. അമ്മയ്ക്ക് അന്നേരവും ഇത് എന്താണെന്നുള്ള കൃത്യമായിട്ടൊരു വിവരം കിട്ടുന്നില്ല, ഒരു അറിവ്, അല്ലെങ്കിൽ അവർ ചിന്തിച്ചിട്ട് അവർക്കത് മനസ്സിലാകുന്നില്ല. പിറ്റേന്ന് നേരം വെളുത്തപ്പം അമ്മ നോട്ട് ചെയ്തു ഇവളുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത്. നോട്ട് ചെയ്തപ്പം ഇവൾ കണ്ണടച്ച് കുറേ നേരം വെറുതെ ഇരിക്കുക, മണിക്കൂറുകളോളം വെറുതെ ഇരിക്കുക, വിളിച്ചാലോ കേൾക്കില്ല. അങ്ങനെ പിന്നെ ചില സമയത്ത് വളരെ കുഞ്ഞു കുട്ടികളെപ്പോലെ പാവകളോട് സംസാരിക്കുക, അവരോട് തമാശ പറയുക, കൊഞ്ചി സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ കണ്ടപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു ഡൗട്ട് അടിച്ചു. പെട്ടെന്നാണ് ഇവളുടെ ഈ സ്വഭാവം ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ ഇവളെ എന്ത് പറ്റി മോളെ എന്ന് അവളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തപ്പോഴത്തേനും ഇവൾ വളരെ വയലൻ്റായി, എന്നെ തുടരുത്, എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോ എന്നുള്ള രീതിയിൽ വളരെ ഷൗട്ട് ചെയ്ത് വളരെ മെച്യൂർഡായിട്ടുള്ളൊരു സ്ത്രീയുടെ ശബ്ദത്തിൽ അമ്മയോട് സംസാരിച്ചു. ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റം കണ്ടപ്പോൾ അമ്മയ്ക്ക് പേടിയായി. അച്ഛനില്ല സ്ഥലത്ത്. അപ്പോൾ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അടുത്തുള്ള വീട്ടിലുള്ള അമ്മയുടെ സുഹൃത്തുക്കൾ ആയിട്ടുള്ള സ്ത്രീകളുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അതായത് മോൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അവളുടെ പേര് ക്ലാര എന്നാണ്. ക്ലാരയ്ക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, ഇന്നലെ തൊട്ട് അവളിങ്ങനെ പെരുമാറുന്നുണ്ട്, ഇന്നലെ ഇതുപോലെ ജനലിൻ്റെ അടുത്ത് നിന്നപ്പോൾ അവൾ പേടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ആരോ വരുന്നു, അവരോടൊന്നും ചെയ്യരുതെന്ന് എന്നുള്ള രീതിയിൽ മോള് പറഞ്ഞു എന്നുള്ള കാര്യം അമ്മയുടെ സുഹൃത്തുക്കളായിട്ടുള്ള സ്ത്രീകളോട് പറഞ്ഞു. അപ്പം അവർ ആലോചിച്ചപ്പം അവർ പറഞ്ഞത് മേ ബി മോക്കൊരു ബാധ കൂടിയതാവാനാണ് സാധ്യത എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ അമ്മ ചിന്തിച്ചപ്പോൾ അമ്മയ്ക്കും അങ്ങനെ തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ പെരുമാറ്റം ഇങ്ങനെ ഓരോ സമയത്തും പെട്ടെന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ചില സമയത്ത് വളരെ മെച്യൂർഡായിട്ടുള്ള ഒരു 10-50 വയസ്സുള്ളൊരു സ്ത്രീ സംസാരിക്കുന്ന പോലെ ഇവൾ സംസാരിക്കുന്നു. ചില സമയത്ത് വളരെ കുഞ്ഞു കുട്ടികളെപ്പോലെ പാവകളുമായിട്ട് സംസാരിക്കുന്നു, അതുമായിട്ട് കൊഞ്ചിക്കളിക്കുന്നു. ചില സമയത്ത് വളരെ ഗ്ലൂമിയായിട്ട് മിണ്ടാതിരിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അമ്മ കണ്ടതുകൊണ്ട് അമ്മയ്ക്കും തോന്നി മേ ബി അവൾക്കൊരു ബാധ കൂടിയതാവാനാണ് സാധ്യത എന്ന്. അപ്പം ഈ കാര്യങ്ങളൊക്കെ അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്യാം, അതായത് ഈ കുട്ടിയുടെ അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അമ്മ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം, പിറ്റേ ദിവസം അടുക്കളയിൽ ഇവൾ ബോധം കെട്ട് വീണു വിറയ്ക്കുകയാണ്. വല്ലാതെ വിറയ്ക്കുന്നു, വല്ലാത്ത സൗണ്ട് ഉണ്ടാക്കുന്നു. അമ്മ അടുത്ത് ചെന്ന് എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ച് ഓടിച്ചെന്നപ്പോഴത്തേനും പെട്ടെന്ന് അമ്മ തള്ളി മാറ്റിയിട്ട്, എന്നെ തുടരുത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അമ്മ പെട്ടെന്ന് ഭയപ്പെട്ടു പോയി. പിന്നെ അച്ഛനുമായിട്ട് ഈ കാര്യം സംസാരിച്ചു, ഇതാണ് പ്രശ്നം, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ അച്ഛനുമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അങ്ങനെ അച്ഛൻ അവിടെ ഒരു പുരോഹിതനെ കണ്ടു. ഇതാണ് പ്രശ്നം, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പുരോഹിതൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പുരോഹിതനെ വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിച്ചു. പിറ്റേ ദിവസം ഈ പുരോഹിതൻ ക്ലാരയുടെ അടുത്തേക്ക് ഇവരുടെ വീട്ടിലേക്ക് വന്നു. പിറ്റേന്ന് പുരോഹിതൻ വന്നു. ബാധ ഒഴിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിൽ പുരോഹിതൻ വന്നു. ആളുടെ കയ്യിൽ കുരിശ് കണ്ടപ്പം ഈ പെൺകുട്ടി ക്ലാരയ്ക്ക് അവൾ വല്ലാതെ ഭയപ്പെടുന്നതായിട്ട് എല്ലാവർക്കും തോന്നി. അവിടെ അടുത്തുള്ള ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ കുരിശ് കണ്ടപ്പം അത് മാറ്റിപ്പിടിക്കൂ എന്ന് അവൾ പറഞ്ഞു. വളരെ വയലൻ്റായിട്ട്, വളരെ പേടിച്ച് അവൾ ആ കുരിശ് മാറ്റിപ്പിടിക്കൂ എന്നുള്ള രീതിയിൽ അച്ഛനോട് പറഞ്ഞു. അപ്പം എല്ലാവർക്കും മനസ്സിലായി ഇവൾക്ക് ബാധ കൂടിയിട്ടുണ്ട്. അവരെല്ലാവരും ഉറപ്പിച്ചു അവൾക്ക് ബാധയാണ് കൂടിയിരിക്കുന്നത്. അങ്ങനെ എക്സോസിസം, ബാധ ഒഴിപ്പിക്കൽ ചടങ്ങുകളിലേക്ക് അവർ കടന്നു. ഒരുപാട് പ്രാർത്ഥനകളും കാര്യങ്ങളും, കുരിശ് അവളുടെ തലയിൽ വെക്കുക, പ്രാർത്ഥിക്കുക, വെള്ളം തളിക്കുക, ഇത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇവൾ ആകെ അൺകോൺഷ്യസായി, ഇവൾക്ക് ബോധം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വന്നു.
അവൾ ബോധം കെട്ടുപോയി. അവളെ എടുത്ത് കിടത്തി. ഈ പുരോഹിതൻ തിരിച്ചുപോയി. അതായത് ബാധ ഒഴിഞ്ഞു എന്നുള്ള രീതിയിൽ പുരോഹിതൻ തിരിച്ചുപോയി. പിറ്റേ ദിവസവും ഇതേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഇവളുടെ പെരുമാറ്റത്തിൽ യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. നിലവിൽ എന്തൊക്കെയായിരുന്നോ അവളുടെ പെരുമാറ്റം അതേ രീതിയിൽ തന്നെ പെരുമാറ്റം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർക്ക് മനസ്സിലായി ഇത് പ്രശ്നം ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്, ഇത് ഒരു മാർഗ്ഗവും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ മനസ്സിലായപ്പം ഇവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, ഒരു സൈക്യാട്രിസ്റ്റാണ്. ആളെ അവർ വിളിച്ചു വരുത്തി. ആളുടെ പേര് മൈക്കൽ വാർഡ് എന്നാണ്. അപ്പം ഈ സൈക്യാട്രിസ്റ്റ് വന്നു. ഒരു മണിക്കൂർ അവളെ വാച്ച് ചെയ്തു, ജസ്റ്റ് ഒബ്സർവ് ചെയ്തു എന്താണ് അവളുടെ പെരുമാറ്റത്തിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ. അപ്പം ഇദ്ദേഹത്തിന് മനസ്സിലാകാൻ എന്താണെന്ന് വെച്ചാൽ അവൾ തന്നെയാണ്, അതായത് അവൾക്ക് ബാധയോ കാര്യങ്ങളൊന്നും കൂടിയതല്ല, അവൾ തന്നെയാണ് ഈ പറയുന്നതും സംസാരിക്കുന്നതും ബിഹേവ് ചെയ്യുന്നതും എല്ലാം അവൾ തന്നെയാണ്. അവളുടെ ഉള്ളിൽ തന്നെ ഉള്ള മീൻസ് അവളുടെ ചിന്തകളിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. ബാധയല്ല പ്രശ്നം എന്നാണ്. പക്ഷേ അവളുടെ അമ്മയ്ക്ക് എന്താണ് ഡോക്ടർ ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായില്ല. ഇദ്ദേഹം വിശദമായിട്ട് പറഞ്ഞു. അതായത് അവൾക്കുള്ളത് 3 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഹാലുസിനേഷൻ, 2 ആൾട്ടർ പേഴ്സണാലിറ്റി, മൂന്നാമതുള്ളത് ഡിസോസിയേറ്റീവ് ട്രാൻസ്. അതായത് ഹലുസിനേഷൻ കൊണ്ടാണ് ഇവൾ ഈ മറ്റാരോ അവളോട് സംസാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൾ കേൾക്കുന്നത്. പിന്നെ ആൾട്ടർ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൽ വരുന്ന ചേഞ്ചസ്. അപ്പം അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവൾ വേറൊരാളായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. മറ്റാരോ തൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളൊരു തോന്നൽ അവൾക്ക് വരുന്നതും പുറത്തുനിന്ന് ആരോ അവളോട് സംസാരിക്കുന്നു എന്നുള്ള തോന്നൽ വരുന്നതും ഇതെല്ലാം അവളുടെ മനസ്സുകൊണ്ട് അവളുടെ ബ്രെയിനിൽ തന്നെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഇവർ തീരുമാനിച്ചു അവളെ ട്രീറ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ തീരുമാനിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവളെ അഡ്മിറ്റാക്കി. അപ്പം അവൾ അവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ല. അവൾ വളരെ വയലൻ്റായിട്ട് സംസാരിക്കുന്നു ഉള്ള രീതിയിൽ. അപ്പം അവിടെ അവളെ ടേക്ക് കെയർ ചെയ്യുന്ന നേഴ്സ് പറഞ്ഞു ഇവിടെ ആരും വരില്ല. അപ്പം അവൾക്ക് അപ്പോഴും പേടി എന്താണെന്ന് വെച്ചാൽ ആരോ വന്ന് അവളെ ഉപദ്രവിക്കും എന്നുള്ള രീതിയിലാണ് അവളുടെ പ്രശ്നം. അവൾക്ക് അവളൊട്ടും സേഫ് അല്ല, അവളെ ആരോ എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഈ ടേക്ക് കെയർ ചെയ്യുന്ന നേഴ്സ് പറഞ്ഞു ഇവിടെ ആരും വരില്ല, സേഫാണ് എന്നുള്ള കാര്യം അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ആ നേഴ്സിന് പറ്റി. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. മെഡിക്കേഷൻ കുറേ ആഴ്ചകളിലേക്ക് നീണ്ടു. പിന്നീട് അവൾക്ക് ഈ പ്രശ്നങ്ങൾ അപ്പോൾ പിന്നീട് ഗ്രാജ്വലി കുറഞ്ഞു വരുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. അതായത് പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ വളരെ ലൈറ്റായി വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വയലൻ്റ് നേച്ചർ എന്നുള്ള രീതിയിൽ മാറി, ഗ്ലൂമി ആയിട്ടിരിക്കുക എന്നുള്ളത് മാറി. പക്ഷേ അവൾ അധികം സംസാരിക്കുന്നൊന്നുമില്ല, അവളുടെ മനസ്സിലാ ചേഞ്ച് വരുന്നു. പക്ഷേ വയലൻ്റ് ആകുന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നേച്ചറൊക്കെ വളരെ ഗ്രാജ്വലി അത് കുറഞ്ഞു വരുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഏതാണ്ട് 1 മാസത്തോളം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് അവളുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ ഒരു 90% മാറി എന്നുള്ള ലെവലിലേക്ക് വന്നു. അപ്പം ഈ ഡോക്ടർ അവളോട് ചോദിച്ചു എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചപ്പം അവൾക്ക് തന്നെ അത് മനസ്സിലായി തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ അവൾ പറഞ്ഞു അത് എനിക്ക് ചെറിയ പ്രായത്തിൽ എന്തൊക്കെയോ ഭയങ്ങൾ എന്നെ ചിലർ ഭയപ്പെടുത്തിയിട്ടുണ്ട്, ആ ഭയങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ കിടക്കുന്നുണ്ട്, അതിൽ നിന്നുണ്ടായൊരു കാര്യമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്, ഞാൻ തന്നെ എൻ്റെ ഉള്ളിൽ തന്നെ സംഭവിച്ചൊരു കാര്യമാണ്, പുറത്തുനിന്നാർക്കും വന്നിട്ടില്ല, അല്ലെങ്കിൽ പുറത്തുനിന്ന് ബാധയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ എഫക്റ്റൊന്നും അവളെ ബാധിച്ചിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ അവൾക്ക് തന്നെ അത് മനസ്സിലായി തുടങ്ങി. അവൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഇതാണ് സംഭവിച്ചിട്ടുള്ള കാര്യം എന്നുള്ളത്. അപ്പോഴും ആൻറ്റിസൈക്കോട്ടിക് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഏതാണ്ട് 2 മാസം ആയപ്പോഴേക്കും അവൾ ബെറ്ററായി, റിക്കവറായി. അവൾക്ക് സംഭവിച്ച കാര്യം എന്താണെന്ന് മനസ്സിലായി. നേരത്തെയുള്ള ചൈൽഡ്ഹുഡ് ട്രോമ അവളെ ബാധിച്ചിട്ടുണ്ട്. അവൾ കേട്ട സൗണ്ട് പുറത്തുനിന്നല്ല, അവളുടെ ഉള്ളിൽ തന്നെയാണ്, അതൊരു ഹാലൂസിനേഷൻ ആണെന്നുള്ള കാര്യം അവൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഈ ഒരു സ്റ്റോറി, ഇത് നടന്ന ഇൻസിഡൻ്റാണ്. ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് പറയുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് കേൾക്കുക എന്ന് പറയുന്ന കാര്യം ചെവിയിൽ കൂടെ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. മീൻസ് നമ്മുടെ ബ്രെയിനാണ്, ഓഡിറ്ററി കോർട്ടെക്സൊക്കെയാണ് നമുക്ക് സിഗ്നൽ തന്നിട്ട് നമ്മൾ കേട്ടു എന്നുള്ള ഫീൽ നമുക്ക് ഉണ്ടാക്കുന്നത്. അത് ചെവിയിൽ കൂടെ വരുന്നൊരു വൈബ്രേഷനോ ഒരു ഫ്രീക്വൻസിയോ ആകണമെന്ന് നിർബന്ധമില്ല. ബ്രെയിൻ മാത്രം വിചാരിച്ച് നമുക്ക് കേൾക്കാം, ബ്രെയിൻ മാത്രം വിചാരിച്ച് നമുക്ക് കാഴ്ചകൾ കാണാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഓർഗൻസ് ഇല്ലാതെ നമുക്ക് ബ്രെയിൻ കൊണ്ട് മാത്രം, അതായത് മൂക്കോ കണ്ണോ ചെവിയോ നാവോ ഒന്നും ഇല്ലാതെ ഇതിനൊക്കെ ഉണ്ടാകുന്ന എല്ലാ ഫീലിങ്സും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പം ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ബാധ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്, എന്തെങ്കിലും ഈ സൂപ്പർ നാച്ചുറൽ ഫോഴ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഫിനോമിനാണ് എന്ന് ചിന്തിച്ച് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതെ പല പ്രശ്നങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കാനും അതെന്താണെന്ന് റിയലൈസ് ചെയ്യാനും ഈ പറഞ്ഞ ഡോക്ടർക്ക് പറ്റിയത് കൊണ്ട് ക്ലാര എന്നുള്ള ആ ഒരു പെൺകുട്ടിയുടെ ലൈഫ്
ബെറ്ററായി വന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സോസിസം പോലുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും വീണ്ടും അവൾ പോയി. മെൻ്റലി അവൾ വീണ്ടും ടോർച്ചേർഡായിട്ടുള്ള ഈ പ്രശ്നങ്ങളുണ്ടായി. അവൾ വല്ലാത്തൊരു അവസ്ഥയിൽ മേ ബി അവളുടെ ലൈഫ് പോലും വളരെ മോശമായിട്ടുള്ള കണ്ടീഷനിലേക്ക് എത്താൻ സാധ്യതയുള്ളൊരു കാര്യമായിരുന്നു അന്ന് അവിടെ സംഭവിച്ചിരുന്നത്. പക്ഷേ ആ ഡോക്ടറിന് കൃത്യമായിട്ട് കാര്യം മനസ്സിലായി. അത് അവരുടെ പേരൻസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റിയത് കൊണ്ടും മെഡിസിനാണ് വേണ്ടത്, അല്ലാതെ ബാധ ഒഴിപ്പിക്കലല്ല എന്നുള്ള കാര്യം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടും അവർക്ക് അവരുടെ മോളെ സേഫാക്കാനും വളരെ സേഫായിട്ട് പിന്നീടുള്ള ലൈഫിൽ അവൾക്ക് മുന്നോട്ട് പോകാനുമുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പം ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം ഈ വിശ്വാസം എന്നുള്ള ലെവലിൽ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. പലപ്പോഴും പല സൈക്യാട്രിക് റിലേറ്റഡ് പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഇപ്പോഴും എന്തോ ബാധ കൂടിയതോ അല്ലെങ്കിൽ അതെന്തോ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പലരും കാണുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻ വഴി നമുക്ക് ഈ പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യാനോ പറ്റും. പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കണം. അതായത് കൂടെയുള്ള ആൾക്കാർക്ക് ഇത് കാര്യം മനസ്സിലാകണം. അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമുക്ക് തന്നെ ഇത് നമുക്കൊരു പ്രശ്നമുണ്ട്, ഇത് ട്രീറ്റ് ചെയ്യണം, ഇതിന് മെഡിസിൻ വേണം, അല്ലെങ്കിൽ കൗൺസിലിംഗ് വേണം, തെറാപ്പി വേണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ തോന്നി നമ്മൾ തന്നെ ഇത് ചെയ്ത് അതിന് വില്ലിങ് ആയാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് റിക്കവറായി പുറത്ത് വരാൻ പറ്റുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള കഥകളൊക്കെ എന്താണ് നമുക്ക് തരുന്ന ഒരു സന്ദേശം എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുള്ള ആൾക്കാർക്കോ പല ആൾക്കാർക്കും ഇത്തരത്തിൽ സംഭവിക്കാം. അതവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അത് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. എന്താണോ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു മാനസിക നിലയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പം മാനസികപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇപ്പം ഒരുപാട് ഓവറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ട്രെസ്സും ഓവർ ടെൻഷനും ഓവർ തിങ്കിങ്ങും കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈസിയായിട്ട് റിക്കവറായി വരാൻ പറ്റും. ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കി ചെയ്താൽ.